അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യ നിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഇൽമ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന് സഹായിച്ച ഒരുപാട് സഹോദരിമാര്, സഹോദരന്മാര്, രക്ഷിതാക്കൾ, അവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആലിമീങ്ങൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരു ദിക്റാണ്. ഈ ദിക്ർ നമ്മളുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ചൊല്ലാനും നമ്മൾ ദാരിദ്ര്യങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ളുഹർ നിസ്കാര ശേഷം 100 തവണ ഈ ദിക്ർ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ദാരിദ്ര്യമോ ഏകാന്തതയോ അനുഭവപ്പെടുകയില്ല എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുമാത്രമല്ല, ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണവും നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു. ളുഹർ നിസ്കാര ശേഷം 100 തവണ ഈ ഇസ്മിനെ ചൊല്ലുന്നവർക്ക് ദാരിദ്ര്യമോ ഏകാന്തതയോ അനുഭവപ്പെടുകയില്ല. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് 100 തവണ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്ത് കൂടെ കൂടുക. നിങ്ങൾക്കൊക്കെ നല്ലൊരു അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.